ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതോടെ ശരിക്കും വെട്ടിലായത് മന്ത്രി കെ.എം. ഷാജിയാണ്. അധികാരത്തിലെത്തിയാൽ PM ശ്രീ അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി കെ.എം. ഷാജിയെ കടന്നാക്രമിക്കുകയാണ് LDF. ഇടതു സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടത് കേന്ദ്രം തടഞ്ഞുവെച്ച SSK ഫണ്ട് തട്ടിയെടുക്കാനാണെന്നും പദ്ധതി നടപ്പാക്കിയാൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം. PM ശ്രീ പദ്ധതിയോടുള്ള വിയോജിപ്പ് തുറന്നു പറയാനാകാതെ തൃശങ്കൂലായ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക എന്നതാണ് LDF സ്വീകരിച്ച നയം. പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവരുണ്ടെന്ന് മുഖ്യമന്ത്രി. കടലിൽ വലയിട്ട് നോക്കിയിട്ട് UDF വലിച്ചെറിഞ്ഞ PM ശ്രീ കിട്ടിയില്ലല്ലോ എന്ന് AK ബാലൻ. അറബിക്കടൽ വറ്റിപ്പോയോ എന്ന് AYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാവുകയുള്ളൂ. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അംശം കിട്ടുമോന്ന് ഇതുവരെ ഒന്നും കുടുങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അറബിക്കടൽ വറ്റിപ്പോയൊരു സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കും ഷാജി അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിനെ അങ്ങ് ബോധപൂർവം മറന്നുപോയത്. ഗത്യന്തരമില്ലാതെ പ്രസംഗത്തിൽ പറയും വ്യക്തത വരുത്താൻ സർക്കാരിന് സമയം വേണം എന്നുവരെ പറയേണ്ടി വന്നു മന്ത്രി കെ.എം. ഷാജിക്ക്. കേരളത്തിന്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്. ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും. സ്വാഭാവികമായ സമയം ആവശ്യം ഉണ്ടാവും. LDF സർക്കാർ BJPയുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് പദ്ധതിയെന്ന് പ്രചരിപ്പിച്ചവരാണ് UDF എന്ന് പിണറായി വിജയൻ. കേന്ദ്രം തടഞ്ഞുവെച്ച SSA ഫണ്ട് വിട്ടുകൂട്ടാനാണ് ഇടതു സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുകയോ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുകയോ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടില്ല. ഒരു മാസത്തിനകം പദ്ധതി മരവിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നത് കോൺഗ്രസിന്റെ കേന്ദ്ര നയത്തിന്റെ ഭാഗമാണെന്നും പിണറായി വിജയൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് ഒരു തടസ്സവുമില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് ആവർത്തിച്ചു. മുൻ സർക്കാരിൽ ചാരിയുള്ള വ്യാജ പ്രചരണം വേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. PM ശ്രീയുടെ പേരിൽ ഒരു രൂപ പോലും LDF സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ടില്ല. UDFന്റെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പോലെ PM ശ്രീ എന്നുള്ള നിലയിൽ ഒരു കാശ് പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കേരളം വാങ്ങിയിട്ടില്ല. അനുവദിക്കപ്പെട്ടുള്ള കാശ് ഞാൻ പ്രത്യേകം ഈ രേഖ തന്നെ ഹാജരാക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നടപടിയിൽ നിന്ന്, ഈ കള്ളപ്രചരണത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയാണ്. PM ശ്രീ ദേശീയ നയമാണെന്നും നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. PM ശ്രീക്കെതിരെ പ്രതിപക്ഷത്തു നിന്ന് കടുത്ത എതിർപ്പും ഭരണമുന്നണിയിൽ നിന്ന് നീരസവും കടുത്ത അതൃപ്തിയും തുടരുമ്പോൾ മന്ത്രിസഭാ ഉപസമിതി സ്വീകരിക്കുന്ന നിലപാടും മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഇനി നിർണായകമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.